ഹായ് ഹലോ, വെൽക്കം ബാക്ക് കറി ലീവ്സ് വീഡിയോസ്. ഇന്ന് ഞാൻ വടുകപ്പുളിയുടെ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. വടുകപ്പുളി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. വടുകപ്പുളിയുടെ കയ്പ്പ് രസം കുറയ്ക്കാൻ വേണ്ടിയിട്ട് 3-4 മിനിറ്റ് ഇത് ചൂടുവെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്. തണുത്തതിന് ശേഷം നമുക്കിത് ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി അച്ചാറിലേക്ക് വേണ്ട സാധനങ്ങളാണ് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇഞ്ചി വലുപ്പത്തിൽ ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, ചുവന്ന മുളകായിപ്പോയി, അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പുളി പിഴിഞ്ഞ് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി തിളച്ചിട്ട് ഒന്ന് കുറുകിയതിന് ശേഷമാണ് നമ്മൾ നാരങ്ങ ഇട്ട് കൊടുക്കുന്നത്. സ്റ്റൗ കത്തിക്കാൻ മറക്കരുതേ. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 5 ടീസ്പൂൺ മുളക് പൊടി ഒരു പാത്രത്തിലെടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഈ മുളക് വെള്ളം ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി വെക്കാം. നന്നായി തിളക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം കായം ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ച് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളകും ഇഞ്ചിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പുളി വല്ലാതെ അധികം ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ശർക്കര ഇടുന്നത്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന വടുകപ്പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇളക്കാതെ പ്രസ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. വെള്ളം കുറച്ച് കുറവായിപ്പോയി, അതാണ് അത് മുങ്ങി നിൽക്കാത്തത്. ഇതിട്ട ഉടനെ നമുക്ക് സ്റ്റൗ ഓഫാക്കാവുന്നതാണ്. പിന്നെ അടച്ചു വെച്ച് അതിൽ കിടന്ന് വേവുകയാണ് ചെയ്യാറ്. അച്ചാറിലേക്കുള്ള വറവാണ്. ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകും ചുവന്ന മുളകും കറിവേപ്പില ഇട്ടിട്ട് നല്ലൊരു വറവുണ്ടാക്കാം. എന്നിട്ട് നമുക്കത് അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം. വടുകപ്പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.